ഇന്നത്തെ നമ്മളുടെ വീഡിയോയിൽ ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാൻ പോകുന്നത് നമ്മൾക്ക് എങ്ങനെയാണ് ചാറ്റ് ജി പി ടിക്കകത്ത് ഒരു അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്ത് ചാറ്റ് ജി പി ടി യൂസ് ചെയ്യാൻ സാധിക്കുക എന്താണ്. വെൽക്കം ടു ബി ഹാപ്പി, ഇറ്റ്സ് മീ ആൽഫിൻ. അപ്പം നമുക്ക് ഏറ്റവും ആദ്യമേ ചെയ്യേണ്ടത് ചാറ്റ് ജി പി ടിക്കകത്ത് ഒരു അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്യുകയാണ് വേണ്ടത്. അപ്പം ഏറ്റവും ആദ്യമേ നമ്മൾക്ക് എങ്ങനെയാണ് ഒരു അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്യാം എന്ന് നോക്കാം. നിങ്ങൾക്ക് അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്യാൻ അറിയാമെന്നുണ്ടെങ്കിൽ ഈ ഒരു വീഡിയോ സ്കിപ്പ് ചെയ്യാവുന്നതാണ്. സ്കിപ്പ് ചെയ്യാനുള്ള ഒരു എളുപ്പത്തിന് ഞാൻ താഴെ ടൈം സ്റ്റാമ്പ്സ് ആഡ് ചെയ്തിട്ടുണ്ട്. അത് നിങ്ങൾ യൂസ് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് വളരെ പെട്ടെന്ന് തന്നെ സ്കിപ്പ് ചെയ്ത് അടുത്ത ഭാഗത്തോട്ട് പോകാവുന്നതാണ്. നമ്മൾക്ക് ചാറ്റ് ജി പി ടി യൂസ് ചെയ്യാനായിട്ട് നമുക്ക് ഏറ്റവും ആദ്യം തന്നെ ഏതെങ്കിലും ഒരു ബ്രൗസർ ഓപ്പൺ ചെയ്യാം. ഞാനിവിടെ ഓപ്പൺ ചെയ്യുന്നത് ഗൂഗിൾ ക്രോം ആണ്. ഗൂഗിൾ ക്രോം ഓപ്പൺ ചെയ്ത ശേഷം ഞാൻ എൻ്റെ അക്കൗണ്ട് ഓർക്കുന്നു. ഇനി ഇവിടെ നമ്മൾ വന്ന ശേഷം നമുക്ക് ചാറ്റ് ജി പി ടി എന്ന് സെർച്ച് ചെയ്യാം. ഞാൻ ദാ ഇവിടെ ചാറ്റ് ജി പി ടി എന്ന് സെർച്ച് ചെയ്യുകയാണ്. ഇനി അടുത്തത് നമ്മൾ ചെയ്യേണ്ടത് ഇവിടെ നമുക്ക് ഏറ്റവും ആദ്യമേ കൊടുത്തിരിക്കുന്ന ലിങ്കിൽ, അതായത് ചാറ്റ് ജി പി ടി ഒപ്റ്റിമൈസിങ് ലാംഗ്വേജ് മോഡൽസ് ഫോർ ഡയലോഗ് എന്ന്, നമുക്ക് അതിലൊന്ന് ക്ലിക്ക് ചെയ്യാം. ഇപ്പോൾ നമുക്ക് ഇവിടെ കാണാൻ സാധിക്കും ചാറ്റ് ജി പി ടിയുടെ വെബ്സൈറ്റ് ഓപ്പൺ ചെയ്ത് വന്നിരിക്കുന്നത്. ഇവിടെ നമ്മൾക്ക് ട്രൈ ചാറ്റ് ജി പി ടി എന്ന് കൊടുത്തിട്ടുണ്ട്. ഇല്ല എന്നുണ്ടെങ്കിൽ മുകളിൽ ഇൻട്രൊഡ്യൂസിങ് ചാറ്റ് ജി പി ടി റിസർച്ച് റിലീസ് എന്നും കൊടുത്തിട്ടുണ്ട്. ഇവിടെ ഇതിൽ ഏതെങ്കിലും ഒരെണ്ണത്തിൽ ക്ലിക്ക് ചെയ്യാം. ഞാൻ ദാ ഇവിടെ ട്രൈ ചാറ്റ് ജി പി ടി എന്നതിൽ ക്ലിക്ക് ചെയ്യുകയാണ്. ഇപ്പം നമുക്ക് രണ്ട് ഓപ്ഷൻസ് വന്നിട്ടുണ്ട്, ലോഗിനും സൈനപ്പും. നിങ്ങൾക്ക് അക്കൗണ്ട് ഇതിനകത്ത് ഓൾറെഡി ക്രിയേറ്റഡ് ആണ് എന്നുണ്ടെങ്കിൽ, അതായത് ഓപ്പൺഎഐയുടെ അക്കൗണ്ട് ഓൾറെഡി ക്രിയേറ്റഡ് ആണ് എന്നുണ്ടെങ്കിൽ ലോഗിൻ കൊടുക്കാം. ഓപ്പൺഎഐയുടെ ആണ് ഡാലി ഒക്കെ, അപ്പോൾ നിങ്ങൾ അവിടെയൊക്കെ ലോഗിൻ ചെയ്തിട്ടുണ്ടെങ്കിൽ ആ സെയിം ലോഗിൻ ഐ ഡി വെച്ച് നിങ്ങൾ ലോഗിൻ ചെയ്താൽ ചാറ്റ് ജി പി ടിക്കകത്തും ലോഗിൻ ചെയ്യാവുന്നതാണ്. ഇനി നിങ്ങൾ ഒന്നിനകത്തും ലോഗിൻ ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ ഏറ്റവും ആദ്യമേ സൈനപ്പ് ആണ് ചെയ്യേണ്ടത്. സൈനപ്പ് ചെയ്യാനായിട്ട് സൈനപ്പ് എന്നതിൽ ക്ലിക്ക് ചെയ്യുക. സൈനപ്പ് എന്നതിൽ ക്ലിക്ക് ചെയ്യുമ്പം ഇവിടെ ഇമെയിൽ അഡ്രസ്സ് കൊടുക്കാനായിട്ടുള്ളൊരു പോർഷൻ വരും. അപ്പം നമുക്ക് അവിടെ ഒന്നെങ്കിൽ ഇമെയിൽ അഡ്രസ്സ് വേണമെന്നുണ്ടെങ്കിൽ കൊടുക്കാം, ഇല്ല എന്നുണ്ടെങ്കിൽ നമ്മൾക്ക് കണ്ടിന്യൂ വിത്ത് ഗൂഗിൾ എന്നതിൽ ക്ലിക്ക് ചെയ്താലും മതി. ഞാൻ എന്താ ഇവിടെ എൻ്റെ ഇമെയിൽ അഡ്രസ്സ് കൊടുക്കുകയാണ്. അതിനുശേഷം ഐ ആം നോട്ട് എ റോബോട്ട് എന്നതിൽ ക്ലിക്ക് ചെയ്യുക, കണ്ടിന്യൂ എന്നതിൽ ക്ലിക്ക് ചെയ്യുക. ഇപ്പോൾ നമ്മളോട് ഇവിടെ ഒരു പാസ്വേഡ് ഉണ്ടാക്കാൻ പറഞ്ഞുകൊണ്ട് വരും. അപ്പോൾ നമുക്ക് ഒരു പാസ്വേഡും ഇവിടെ കൊടുക്കാം. അപ്പം നമ്മളിവിടെ ഒരു പാസ്വേഡും കൊടുത്തിട്ടുണ്ട്. ഇനി നമ്മൾക്ക് കണ്ടിന്യൂ എന്നതിൽ ക്ലിക്ക് ചെയ്യാം. ഇപ്പോൾ നമ്മൾ കണ്ടിന്യൂ എന്നതിൽ ക്ലിക്ക് ചെയ്യുമ്പോൾ നമ്മളോട് ഇവിടെ മുകളിൽ സേവ് പാസ്വേഡ് വന്നിട്ടുണ്ട്. ഞാൻ സേവ് കൊടുക്കുന്നു. ഇപ്പം വെരിഫൈ യുവർ ഇമെയിൽ എന്ന് പറഞ്ഞ് വന്നിട്ടുണ്ട്. ഞാനിപ്പം ഇമെയിലിൽ നിന്ന് വെരിഫൈ ചെയ്യാൻ പോവുകയാണ്. ഇവിടെ ഓപ്പൺ ജിമെയിൽ എന്ന് കൊടുത്തിട്ടുണ്ട്. ഞാൻ എന്താ എൻ്റെ മൊബൈലിൽ നിന്ന് ജിമെയിൽ കയറിയിട്ട് വെരിഫൈ ചെയ്യുകയാണ് ഡയറക്റ്റ്ലി ഞാൻ. ഇനി നമുക്ക് ഈ ഒരു വെബ്സൈറ്റ് ഒന്നുകൂടെ റീലോഡ് ചെയ്യാം. ഇമെയിൽ വെരിഫൈ ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് ആ ടെൽ അസ് അബൌട്ട് യു എന്ന് പറഞ്ഞു വരുന്നുണ്ട്. ഞാൻ എന്താ അവിടെ എന്നെപ്പറ്റി ഞാൻ ഇവർക്ക് കുറച്ച് ഡീറ്റെയിൽസ് കൊടുക്കുകയാണ്. എൻ്റെ പേരും കാര്യങ്ങളൊക്കെയാണ് ഇവിടെ ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ ഞാൻ എന്താ ഇവിടെ എൻ്റെ പേര് കൊടുക്കുന്നു, ലാസ്റ്റ് നെയിം കൊടുക്കുന്നു. അതിനുശേഷം ഞാൻ കണ്ടിന്യൂ എന്നതിൽ ക്ലിക്ക് ചെയ്യുന്നു. ഇപ്പം നമുക്ക് ഫോൺ നമ്പർ ചോദിച്ചുകൊണ്ട് വരും. നമുക്കിവിടെ നമ്മളുടെ മൊബൈൽ നമ്പർ കൊടുക്കാം. എന്നിട്ട് സെൻഡ് കോഡ് വയ SMS ഉണ്ട്, സെൻഡ് വയ വാട്സാപ്പ് ഇൻസ്റ്റഡും ഉണ്ട്. ഒന്നെങ്കിൽ SMS വഴിയും ക്ലിക്ക് ചെയ്യാം, അല്ലെങ്കിൽ വാട്സാപ്പ് വഴിയും ക്ലിക്ക് ചെയ്യാം. ഞാൻ എന്താ സെൻഡ് വയ വാട്സാപ്പ് എന്ന് കൊടുക്കുകയാണ്. നമുക്ക് വാട്സാപ്പിൽ ഒരു കോഡ് വന്നിട്ടുണ്ട്. നമുക്ക് ആ കോഡ് ഇവിടെ ടൈപ്പ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഓട്ടോമാറ്റിക്കലി തന്നെ ആ കോഡ് അവർ എടുത്ത് വെരിഫൈ ചെയ്യുന്നതാണ്. വെരിഫൈ ചെയ്ത് കഴിയുമ്പം നമ്മുടെ അക്കൗണ്ട് സെറ്റാണ്. ഇവിടെ നമുക്ക് ചാറ്റ് ജി പി ടി ദിസ് ഈസ് എ ഫ്രീ റിസർച്ച് പ്രിവ്യൂ, അവരുടെ ഗോളും കാര്യങ്ങളും എല്ലാം പറയുന്നുണ്ട്. ഹൗ വി കളക്ട് ഡേറ്റ എന്ന കാര്യങ്ങളും പറയുന്നുണ്ട്. ഇപ്പോൾ നമ്മൾ ഒരു അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്ത് കഴിഞ്ഞു. ഇനി നമ്മൾക്ക് ചാറ്റ് ജി പി ടി എങ്ങനെ യൂസ് ചെയ്യാം എന്ന് നമുക്ക് നോക്കാം. ഈ ഒരു ഡയറക്റ്റ് ആയിട്ട് പറയുകയാണെങ്കിൽ ഈ ഒരു ഭാഗത്ത് നേരെ ക്വസ്റ്റ്യൻ ടൈപ്പ് ചെയ്താൽ മാത്രം മതി. പക്ഷേ ചാറ്റ് ജി പി ടിയുടെ കുറച്ച് ഫീച്ചേഴ്സ് വരുന്നത് നമുക്ക് ലെഫ്റ്റ് സൈഡിൽ നോക്കുകയാണെങ്കിൽ ബോട്ടം ലെഫ്റ്റിലായിട്ട് ഡാർക്ക് മോഡ് എനേബിൾ ചെയ്യാനുള്ള ഓപ്ഷൻ തന്നിട്ടുണ്ട്. ഇനി അടുത്തത് OpenAIയുടെ ഡിസ്കോഡ് പേജിലോട്ട് പോകണമെന്നുണ്ടെങ്കിൽ ഇവിടെ അതിനുള്ള ഓപ്ഷൻ കൊടുത്തിട്ടുണ്ട്. അപ്ഡേറ്റ്സ് ആൻഡ്
FAQ ഇവിടെ കൊടുത്തിട്ടുണ്ട്, ലോഗൗട്ട് ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഇവിടെ ന്യൂ ചാറ്റ് എന്നൊരു ബട്ടൺ കൊടുത്തിട്ടുണ്ട്. ഈ ഒരു ബട്ടൺ നമ്മൾ ക്ലിക്ക് ചെയ്യേണ്ട ആവശ്യമില്ല, അല്ലാതെ തന്നെ നമ്മൾ ഡയറക്റ്റ് ആയിട്ട് വന്നിരിക്കുന്നത് പുതിയൊരു ചാറ്റിലോട്ടാണ്. ഇവിടെ എക്സാമ്പിൾസും ക്യാപ്പബിലിറ്റീസും അതേപോലെ തന്നെ ലിമിറ്റേഷൻസും കൊടുത്തിട്ടുണ്ട്. സോ ഏറ്റവും ആദ്യമേ തന്നെ എക്സാമ്പിൾസ് ഞാനിവിടെ കുറച്ച് കാര്യങ്ങൾ കാണിച്ചു തരാം. ഇവിടെ നമുക്ക് എന്ത് ക്വസ്റ്റ്യൻസ് വേണമെന്നുണ്ടെങ്കിലും നമുക്ക് ChatGPTയോട് ചോദിക്കാവുന്നതാണ്. സോ ഞാനിവിടെ ഒരു സിമ്പിൾ ക്വസ്റ്റ്യൻ ടൈപ്പ് ചെയ്യാൻ പോവാണ്. വാട്ട് ഈസ് 50 multiplied by 50? സോ നമുക്ക് അവർ ആൻസർ ചെയ്യുന്ന ദ റിസൾട്ട് ഓഫ് 50 multiplied by 50 ഈസ് 2500. അത് കറക്റ്റ് ആണെന്ന് നമുക്ക് എല്ലാവർക്കും അറിയാവുന്നതാണ്. അല്ല എന്നുണ്ടെങ്കിൽ 1 + 1 എത്രയാണെന്ന് ചോദിച്ചാൽ ദ റിസൾട്ട് ഓഫ് 1 + 1 ഈസ് 2 എന്ന് നമുക്ക് പറയുന്നുണ്ട്. റൈറ്റ് ആൻ HTML കോഡ് ഫോർ എ വെബ് പേജ് ബേസ്ഡ് ഓൺ ഇന്ത്യ എന്ന് കൊടുക്കുന്നു. സോ ഹിയർ ഈസ് ആൻ എക്സാമ്പിൾ ഓഫ് എ ബേസിക് HTML കോഡ് ഫോർ എ വെബ് പേജ് ബേസ്ഡ് ഓൺ ഇന്ത്യ. സോ ഈ ഒരു ഭാഗം നമുക്കറിയാം, ഇത് HTML ഓപ്പൺ ചെയ്യുന്നു. അതിൻ്റെ ഹെഡിനകത്ത് ടൈറ്റിൽ കൊടുത്തേക്കുന്ന ഇന്ത്യ എന്നാണ്. ബോഡി ഭാഗത്തോട്ട് വരുന്നു, H1 ഇട്ടേക്കുന്നു, ഹെഡിങ് 1. അതേപോലെ തന്നെ ഇമേജ് ഒരെണ്ണം കൊടുത്തിട്ടുണ്ട്. പിന്നീട് പാരഗ്രാഫിലോട്ട് വരുന്നു. പിന്നീട് നമുക്കിവിടെ ബോഡി ക്ലോസ് ചെയ്യുന്നു, HTML ക്ലോസ് ചെയ്യുന്നു. അപ്പം ഇത്രയും കാര്യങ്ങളാണ് ഇതിനകത്ത് വന്നിരിക്കുന്നത്. ഇതിനകത്ത് പ്രത്യേകിച്ച് അലൈനോ അല്ലെങ്കിൽ ഇതിൻ്റെ എന്നാ പറഞ്ഞ ഫോൺ സൈസോ ഫോൺ കളറോ ഒന്നും പ്രത്യേകിച്ച് പറയുന്നില്ല. ഒരു സാധാരണ ഒരു വെബ് പേജാണ് ഇവിടെ ക്രിയേറ്റ് ചെയ്തിരിക്കുന്നത്, ഒരു ബേസിക് വെബ് പേജ്. സോ നമുക്ക് ഇന്ന് ചെയ്യാമെന്ന് വെച്ചാൽ ഇവിടെ കോപ്പി കോഡ് ഉണ്ട്. ഇനി അതിന് വർക്ക് ചെയ്ത് കാണിക്കാം. ഓക്കെ, അതിനായിട്ട് ഞാൻ നേരെ നോട്ട് പാഡ് ഓപ്പൺ ചെയ്യുന്നു. ഞാൻ ഇവിടെ നോട്ട് പാഡ് ഓപ്പൺ ചെയ്യുന്നു. അതിനുശേഷം നമ്മളിപ്പോൾ ആ കോഡ് ഓൾറെഡി കോപ്പി ചെയ്തിട്ടുണ്ട്. ആ കോഡ് ഞാൻ ഇവിടെ പേസ്റ്റ് ചെയ്യുന്നു. ഫയൽ പോകുന്നു, സേവാസ് പോകുന്നു. ഇനി അതിനുശേഷം ഞാൻ ഡെസ്ക്ടോപ്പിൽ പോകുന്നു. അതിനുശേഷം india.html എന്ന് കൊടുക്കുന്നു, സേവ് കൊടുക്കുന്നു. ഇനി ഞാൻ നേരെ ഡെസ്ക്ടോപ്പിലോട്ട് പോകുന്നു. അപ്പോൾ നമുക്ക് ഇവിടെ കാണാൻ സാധിക്കും അത് ആ ഒരു HTML ഡോക്യുമെന്റ് ഇവിടെ സേവ് ആയിട്ടുണ്ട്. നമുക്കൊന്ന് ഓപ്പൺ ചെയ്ത് നോക്കാം. ഓക്കെ, സോ ഇതാണ് ആ ഒരു വെബ് പേജ് എന്ന് നമുക്ക് കാണാൻ സാധിക്കും. ഇവിടെ ഇന്ത്യയുടെ പിക്ചർ വന്നിട്ടില്ല, ആ H1 ഒക്കെ വന്നിട്ടുണ്ട്, വെൽക്കം ടു ഇന്ത്യ എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. നമുക്ക് ഇവിടെ വേണമെന്നുണ്ടെങ്കിൽ ഇവിടെ പോയിട്ട് നമുക്ക് ടൈറ്റിൽ, അതായത് ഈ ഒരു ഇന്ത്യ എന്ന് ഇവിടെ കൊടുത്തേക്കുന്നതാണ് ഇവിടുത്തെ ടൈറ്റിൽ. അപ്പം മൈ കൺട്രി ഇന്ത്യ നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ അങ്ങനെയാക്കാം. സോ നമുക്കിനി ഇതൊന്ന് റീലോഡ് ചെയ്യുമ്പോൾ മൈ കൺട്രി ഇന്ത്യ എന്ന് ഇവിടെ ചേഞ്ച് ചെയ്ത് വന്നിട്ടുണ്ട്. അപ്പം ഇന്ത്യനെ പറ്റി നമ്മൾ ഒന്നും പറഞ്ഞിട്ടില്ല. ഇന്ത്യ officially the Republic of India is a country in South Asia. It is the second most populous country, the second largest country in India, and the most populous democracy in the world. Governed by Indian Ocean on the shore, the Arabian Sea on the south, Bay of Bengal in the. അങ്ങനെ കുറെ കാര്യങ്ങൾ ഇന്ത്യനെ പറ്റി, ഞാൻ അതിന് ഒരു ഡീറ്റെയിൽ ഇന്ത്യനെ പറ്റി കൊടുത്തിട്ടില്ല. അത് തന്നെ ഇങ്ങോട്ട് ഒരു എഴുതി തന്നു, അല്ലെങ്കിൽ ഒരു കോഡ് നമുക്ക് ക്രിയേറ്റ് ചെയ്ത് തന്നു. ഇന്ന് നമുക്ക് അടുത്ത ഞാൻ നോക്കാൻ പോകുന്നത്, നമുക്ക് കുറച്ചുകൂടെ നമുക്ക് ഒരു യൂട്യൂബ് ചാനലിന് വേണ്ടിയുള്ള ടോപ്പിക് ഐഡിയാസ് നമുക്ക് ചോദിക്കാം. അപ്പോൾ ഞാൻ ഇവിടെ ചോദിച്ചിരിക്കുന്നത് ഗീവ് മീ സം ടോപ്പിക് ഐഡിയാസ് ഫോർ മൈ യൂട്യൂബ് ചാനൽ റിലേറ്റഡ് ടു കുക്കിംഗ് എന്നാണ്. ഓക്കെ, അപ്പം നമുക്ക് എന്താണ് നമുക്ക് റിസൾട്ട് തന്നിരിക്കുന്നതെന്ന് നമുക്ക് നോക്കാം. സോ ഈസി ആൻഡ് ഹെൽത്തി മീൽ പ്രെപ്പ് ഐഡിയാസ് ഫോർ ദ വീക്ക്, ഹൗ ടു കുക്ക് വിത്ത് എ ലിമിറ്റഡ് ബഡ്ജറ്റ്. അതുപോലെ കുറേ ടോപ്പിക്സ് നമുക്ക് ഇങ്ങോട്ട് തന്നേക്കുവാണ്. ഇവിടെ കാണുക എന്തോരം ടോപ്പിക്സ് ആണ് തരുന്നതെന്ന് കാണുക. ഒന്നൊന്നുമല്ല നമുക്ക് തരുന്ന, ഒരു 10-20 ടോപ്പിക്സ് നമുക്ക് ഇങ്ങോട്ട് അടിച്ചു തന്നേക്കുവാണ്. അപ്പം നമുക്ക് ഇതുപോലെ, അതായത് നമുക്ക് യൂട്യൂബിൽ വന്നേക്കുന്ന ഓപ്ഷനാണ് റിസർച്ച് ഫീച്ചർ. അപ്പം നമ്മൾ ChatGPTയോട് ചോദിച്ചാൽ നമുക്ക് ഇവിടെ അതിൻ്റെ കാര്യങ്ങൾ പറഞ്ഞു തന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിനകത്ത് ഒരു എക്സാമ്പിൾ ഉദാഹരണം കാണിക്കാം. എക്സ്പ്ലെയിൻ ന്യൂട്ടൺസ് ഫസ്റ്റ് ലോ എന്ന് കൊടുക്കാം. ഇപ്പം ഞാൻ എക്സ്പ്ലെയിൻ ന്യൂട്ടൺസ് ഫസ്റ്റ് ലോ ഓഫ് മോഷൻ എന്ന് കൊടുത്തപ്പോൾ നമുക്ക് ഒരു ഡീറ്റെയിൽഡ് എക്സ്പ്ലനേഷനാണ് നമുക്ക് ChatGPT തന്നിരിക്കുന്നത്. നമ്മൾ ഇതേ സാധനം നമ്മൾ ഗൂഗിളിൽ സെർച്ച് ചെയ്താലും നമുക്ക് ഏറ്റവും ആദ്യം ഇതിൻ്റെ ഒരു റിസൾട്ട് ഒരു വെബ്സൈറ്റിൽ നിന്നുള്ള തരും. ഗൂഗിൾ എന്ന് പറയുന്നത് നമുക്ക് ഓരോ റിസോഴ്സസ് കാണിച്ചു തരുവാണ്. അതേസമയം ChatGPT വരുന്നതെന്ന് വെച്ചാൽ ഓൺ ദ സ്പോട്ട് നമുക്ക് ആൻസർ കാണിച്ചു തരുവാണ്. ഇനി ഇതേ ക്വസ്റ്റ്യൻ തന്നെ ഞാൻ ഗൂഗിളിൽ ഒന്ന് സെർച്ച് ചെയ്യാം. എക്സ്പ്ലെയിൻ ന്യൂട്ടൺസ് ഫസ്റ്റ് ലോ ഓഫ് മോഷൻ.
ഇവിടെ ഇത് britannica.com എന്ന് പറഞ്ഞ ഈ ഒരു സൈറ്റിൽ നിന്ന് എടുത്തു തന്നിരിക്കുന്നതാണ്. ന്യൂട്ടൺസ് ഫസ്റ്റ് ലോ, ദ ലോ ഓഫ് ഇനേഷ്യ എന്ന് പറഞ്ഞുകൊണ്ട് നമുക്ക് വെറുതെ ഇതുപോലത്തെ ഒരു പാരഗ്രാഫ് മാത്രമേ തന്നിട്ടുള്ളൂ. അവിടെ നമുക്ക് ഇവിടെ ഈ ടൈമിൽ ഒരു ഡീറ്റെയിൽഡ് എക്സ്പ്ലനേഷൻ തന്നിട്ടുണ്ട്. അതേപോലെ തന്നെ കുറേ വെബ്സൈറ്റിൻ്റെ കാര്യങ്ങളും എല്ലാം തന്നിട്ടുണ്ട്. ഇപ്പോൾ നമ്മൾ ഈ ഒരു വെബ്സൈറ്റിലോട്ട് ഇപ്പം ഞാൻ കയറി കാണിക്കാം. ഈ ഒരു വെബ്സൈറ്റിലോട്ട് കയറി കഴിഞ്ഞാൽ നമുക്ക് ഇവിടെ ഓരോ കാര്യങ്ങൾ ഡീറ്റെയിൽഡ് ആയിട്ടുള്ള കാര്യങ്ങൾ കാണിച്ചു തരും. അതേപോലെ തന്നെ നമുക്ക് കുറച്ചുകൂടെ അറിയണം എന്നുണ്ടെങ്കിൽ നമ്മൾ ചിലപ്പോൾ ലോഗിൻ ചെയ്യേണ്ടതോ സബ്സ്ക്രൈബ് ചെയ്യേണ്ടതോ ആയിട്ടൊക്കെ നമുക്ക് വരും. പക്ഷേ നമുക്ക് അതേ സമയത്ത് ഇവിടെ ചോദിച്ചപ്പോൾ നമുക്ക് ഒരു രീതിയും വേണ്ട, നമുക്ക് ഓൺ ദ സ്പോട്ട് ആൻസർ ആണ്. അതുമാത്രമല്ല ഇവിടെ കണ്ടു ലിമിറ്റഡ് ഓഫർ, ന്യൂ ഇയർ ബോണസ്, ഇങ്ങനെയൊക്കെ പറഞ്ഞുകൊണ്ട് നമുക്ക് കുറേ കാര്യങ്ങൾ വരും. സോ നമുക്ക് നമ്മുടെ ആൻസർ കണ്ടുപിടിക്കാൻ കുറച്ച് പാടായിരിക്കും. അതേപോലെ തന്നെ സൈഡിൽ കുറേ ആഡ്സ് വന്നേക്കുന്നു, ഇവിടെ ആഡ്സ്. പക്ഷെ അതേ സമയത്ത് ChatGPT ഒന്നുമില്ല, നമുക്ക് പക്ക എക്സ്പ്ലനേഷൻ അതേപോലെ തന്നെ ഡീറ്റെയിൽഡ് ആയിട്ട് കാര്യങ്ങൾ തന്നിട്ടുണ്ട്. ഇനി ഇത് തന്നെ ഞാൻ ഇവിടെ ഗീവ് മീ സം എക്സാമ്പിൾ എന്ന് കൊടുക്കുക. ഞാൻ ഗീവ് മീ സം എക്സാമ്പിൾ എന്ന് ചോദിച്ചപ്പം 1, 2 അല്ല 6 എക്സാമ്പിളാണ് നമുക്ക് ഓൺ ദ സ്പോട്ട് ChatGPT ന്യൂട്ടൺസ് ഫസ്റ്റ് ലോയെ പറ്റി തന്നിരിക്കുന്നത്. എ ബുക്ക് സിറ്റിംഗ് ഓൺ എ ടേബിൾ, എ ഹോക്കി പക്ക് സ്ലൈഡിംഗ് അക്രോസ് ദ ഐസ്, എ പേഴ്സൺ സിറ്റിംഗ് ഇൻ എ കാർ അറ്റ് എ സ്റ്റോപ്പ് ലൈറ്റ്. അപ്പം ഇതുപോലെ കുറേ കാര്യങ്ങൾ നമുക്കിതാ ഇവിടെ തന്നിട്ടുണ്ട്. അപ്പം നമുക്ക് ഇതുപോലെ കുറേ കാര്യങ്ങൾ തന്നിട്ടുണ്ട്. നമുക്ക് അഡീഷണൽ ഫീഡ്ബാക്ക് കൊടുക്കാനായിട്ടാണ് ഈ ഒരു ബട്ടൺ, അതായത് ലൈക്ക് ഡിസ്ലൈക്ക് ബട്ടൺ നമുക്കിവിടെ കൊടുത്തിരിക്കുന്നത്. ഇനി ഞാൻ ChatGPTയുടെ ഒരു നെഗറ്റീവ് കാര്യം അല്ലെങ്കിൽ ChatGPT കുറച്ചുകൂടെ ഇമ്പ്രൂവ് ആകേണ്ട കാര്യം ഞാൻ കാണിച്ചു തരാം. വാട്ട്സ് ഹാപ്പനിങ് അറൗണ്ട് ദ വേൾഡ് എന്ന് കൊടുക്കാം. I am sorry, I am a language model and my knowledge cutoff date is 2021. I don't have the most recent information about current events around the world, but if you have a specific question, I will do my best to provide an answer based on the information that I have. So ChatGPT എന്ന് പറയുന്നത് ഈ ഒരു AI-നെ അവർ ട്രെയിൻ ചെയ്ത് വെച്ചിരിക്കുകയാണ്. അതും 2021 വരെയാണ്, അതായത് 2021 വരെയുള്ള കാര്യങ്ങൾ വേണമെന്നുണ്ടെങ്കിൽ അവർക്ക് പറയാം. പക്ഷേ ഞാനിപ്പോൾ ഇവിടെ വാട്ട്സ് ഗോയിങ് ടു ഹാപ്പൻ ഇൻ 2023 എന്ന് കൊടുക്കാം. ഗോയിങ് ടു ഹാപ്പൻ ഇൻ 2023 എന്ന് കൊടുക്കുന്നു. So I am sorry, I am an AI model and I do not have the ability to predict the future and my knowledge cutoff date is 2021. I don't have the information about future events that will happen in 2023. It's impossible to predict the future with certainty and many things may happen during the year 2023 such as political events, economic developments and technological advancement എന്നൊക്കെ. അതേസമയം തന്നെ ഞാൻ ഇതേ ക്വസ്റ്റ്യൻ കോപ്പി ചെയ്തിട്ട് വാട്ട് ഹാപ്പൻഡ് ഇൻ 2021 എന്ന് കൊടുക്കാം, അല്ലെങ്കിൽ വാട്ട് ഹാപ്പൻഡ് ഇൻ 2020 എന്ന് കൊടുക്കാം. വാട്ട് ഹാപ്പൻഡ് ഇൻ 2020 എന്ന് കൊടുത്താൽ ഓൺ ദ സ്പോട്ട് നമുക്ക് കുറേ റിപ്ലൈസ്, അല്ലെങ്കിൽ ഇൻ 2020 ദ ഔട്ട് ബ്രേക്ക് ഓഫ് COVID-19 പാൻഡമിക്, ദ കില്ലിംഗ് ഓഫ് ജോർജ് ഫ്ലോയിഡ്, അങ്ങനെ കുറേ ഡീറ്റെയിൽസ് നമുക്ക് 2020, അതായത് ഇതിനെ ട്രെയിൻ ചെയ്തിരിക്കുന്നത് അല്ലെങ്കിൽ ഇതിന് ഏകദേശം ഒരു ഇൻഫർമേഷൻ ഉള്ളത് 2021 വരെയുള്ള കാര്യങ്ങളിൽ മാത്രമേ ഉള്ളൂ. ഇപ്പോൾ 2022 നടന്ന കാര്യമോ 2023 നടന്ന കാര്യമോ ഒക്കെ ചോദിച്ചാൽ ഇതിന് അറിയത്തില്ല. ഇവിടെയാണ് ഇതിൻ്റെ ഒരു നെഗറ്റീവ് പാർട്ട്. നെഗറ്റീവ് എന്ന് പറയത്തില്ല, അല്ല എന്നുണ്ടെങ്കിൽ തന്നെ ഇതിൻ്റെ ഒരു ഭാഗത്തിൻ്റെ ഒരു കുറവ് വരുന്നത് ഇവിടെയാണ്. അതായത് 2021 നടന്ന അല്ലെങ്കിൽ 2021 വരെ നടന്ന കാര്യങ്ങൾ ഇതിന് എളുപ്പത്തിൽ പറയാൻ സാധിക്കും. പക്ഷെ അതിനുശേഷമുള്ള കാര്യങ്ങൾ ഇതിന് പറയാൻ സാധിക്കത്തില്ല, ബിക്കോസ് ഇറ്റ്സ് ട്രെയിൻഡ്. അതുകൊണ്ട് തന്നെ നമുക്ക് അവിടെ ഒരു ഡിസഡ്വാൻറ്റേജ് വരുന്നുണ്ട്. ബാക്കി ഏകദേശം കാര്യങ്ങൾ അറിഞ്ഞാൽ ഓക്കെ ആണ്. ഇനി അല്ലെങ്കിൽ റൈറ്റ് മീ യൂട്യൂബ് സ്ക്രിപ്റ്റ്. ഇവിടെ കൊടുത്തിരിക്കുന്ന ക്വസ്റ്റ്യൻ റൈറ്റ് മീ ആൻ എസ്സേ അബൌട്ട് ദ ഫ്യൂച്ചർ ഓഫ് AI എന്നാണ്. സോ നമുക്ക് കണ്ട് ഈ ഒരു ക്വസ്റ്റ്യൻ ഞാൻ കൊടുക്കാം. ഇപ്പം ഞാൻ ഇവിടെ നേരത്തെ കൊടുത്തിരിക്കുന്ന ക്വസ്റ്റ്യൻ റൈറ്റ് മീ യൂട്യൂബ് സ്ക്രിപ്റ്റ് എന്നാണ്. അതിനുള്ള സ്ക്രിപ്റ്റ് ഇപ്പം എഴുതിക്കൊണ്ട് ഇരിക്കുകയാണ്. അതായത് ആ ഒരു സ്ക്രിപ്റ്റ് നമുക്ക് പക്കായിട്ട് അവിടെ എഴുതി തന്നിട്ടുണ്ട്. ഈ ഒരു സ്ക്രിപ്റ്റ് ഉപയോഗിച്ച് നമുക്ക് വളരെ പെട്ടെന്ന് തന്നെ വീഡിയോസ് ക്രിയേറ്റ് ചെയ്യാൻ സാധിക്കുന്നതാണ്. ഇനി അടുത്തത് റൈറ്റ് മീ ആൻ എസ്സേ അബൌട്ട് ദ ഫ്യൂച്ചർ ഓഫ് AI എന്ന് നമുക്ക് കൊടുക്കാം. സോ ഞാൻ അത് സെൻഡ് ചെയ്യുന്നു. ആൻഡ് അവിടെ നമുക്ക് വന്നിരിക്കുന്നത് കാണാൻ സാധിക്കും. അതിനെ പറ്റിയൊരു എസ്സേ അവിടെ എഴുതി തന്നിട്ടുണ്ട്. ഇപ്പം നമുക്കിവിടെ കാണാൻ സാധിക്കും, ഇവിടെ നമുക്ക് AI-നെ പറ്റി, അതായത് ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസിനെ പറ്റി നമുക്കൊരു എസ്സേ നമുക്ക് ChatGPT എഴുതി തന്നിട്ടുണ്ട്. ഇത് എഴുതിക്കൊണ്ടേ ഇരിക്കുവാണ്. സോ ഞാനിവിടെ സ്റ്റോപ്പ് ജനറേറ്റിംഗ് കൊടുക്കുന്നു. ജസ്റ്റ് വീഡിയോ പർപ്പസിന് വേണ്ടി മാത്രം കാണിക്കുന്നതാണ്. സോ ഇതുപോലെ നമുക്ക് ഒരു അടിപൊളി എസ്സേ, അല്ലെങ്കിൽ നമ്മുടെ ഡെയിലി ലൈഫിൽ നടക്കുന്ന എന്ത് കാര്യങ്ങളും ChatGPT വഴി നമുക്ക് അതിനെല്ലാം ഈസി ആക്കി മാറ്റാൻ സാധിക്കുന്നതാണ്.
ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഹെൽപ്ഫുൾ ആയി എന്ന് പ്രതീക്ഷിക്കുകയാണ്. ഡൗട്ടുകളൊക്കെ ഉണ്ടെങ്കിൽ കമന്റ് ബോക്സിൽ കമന്റ് ആഡ് ചെയ്യുക. See you in the next time. It's me, Alphin, signing out. Goodbye.